ഹായ് മക്കളെ, കാൻറ്റോൺ ഫെയർ നടക്കുന്നിടത്തേക്ക് നമ്മൾ പോവാണ്. കാൻറ്റോൺ ഫെയർ നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ദേ ഒരു ടാക്സി കണ്ടത്. ഈ ടാക്സിക്കകത്ത് ഡ്രൈവറില്ല, ഇത് ഡ്രൈവർലെസ് ടാക്സിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ദേ ഡ്രൈവറില്ല, അതിനകത്ത് ആരുമില്ല, ഡ്രൈവറും ഇല്ല, ആരുമില്ല, തന്നെത്താനെ കാറ് ഓടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാൻറ്റോൺ ഫെയർ കൺവെൻഷൻ സെൻറ്റർ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് കാൻറ്റോൺ ഫെയർ നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. ദേ അവിടെയാണ്, ആ ബിൽഡിങ്ങിലാണ് കാൻറ്റോൺ ഫെയർ നടക്കുന്നത്. ചേട്ടാ പറയൂ, കാൻറ്റോൺ ഫെയറിൻ്റെ അകത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരു ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്തേണ്ടതായിട്ട് വരും. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നുണ്ടോ ഫുള്ള്? ഓക്കെ ഓക്കെ, അതെ. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. 2 ചൈനീസ് ആൺകുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. ഹായ്, ചിങ് ചിങ് ചു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാൻറ്റോൺ ഫെയർ നടക്കുന്ന ഏരിയയിലൊന്ന് പോയിട്ട് വരാം. ചൈനീസ് ഭാഷയിൽ എന്തോ എഴുതിയിട്ടുണ്ട്, എന്താണെന്നൊരു പിടിയില്ല. ഇത് മനോജ്, ആതിരയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ ഗൈഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. കുറേ ഫ്ലാഗ്സ് കൊടുത്തിട്ടുണ്ടല്ലേ, ട്രേഡ് ഫെയറിൻ്റെതായിരിക്കും. കാൻറ്റോൺ ഫെയർ കൺവെൻഷൻ സെൻറ്റർ ഗേറ്റ് ബി. ചൈനയിൽ എത്ര വർഷമായി? ഞാൻ ചൈനയിലായിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. ഷാങ്കായിലാണ് വന്നത് ആദ്യം. ഇപ്പോൾ ഒരു ഗോങ്ജോയിൽ വന്നിട്ട് ഒരു 1.5 കൊല്ലമായി. കാൻറ്റോൺ ഫെയർ ഇവിടെ ഇയർലി 2 ടൈംസ് നടക്കുന്ന ഒരു പരിപാടികളാണ്. അപ്പോൾ ഇപ്പോൾ മെയ്യിൽ ഒരു സെഷൻ ഉണ്ട്, പിന്നെ അവരുടെ ഒക്ടോബറിൽ ഒരു കാൻറ്റോണിൻ്റെ സെഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ മെയിലെ സെഷൻ ഇപ്പോൾ ഇവിടെ കാൻറ്റോൺ ഫെയർ കുറേ നടക്കുന്നുണ്ട്, കുറേ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നതാണ്. നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിലൂടെയും സൈഡിലൂടെയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് മൊത്തത്തിലൊന്ന് നോക്കി കണ്ടു. കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ റോഡ് സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. സിറ്റിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ എന്ന് വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. എവിടെ നോക്കിയാലും നല്ല വൃത്തിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പലരും പറയാറുണ്ട് ഇന്ത്യ ഭയങ്കരമായിട്ടുള്ള പോപ്പുലേഷനുള്ള കൺട്രി ആയതുകൊണ്ടാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റാത്തത് എന്ന്. അപ്പോൾ ചൈനയിൽ നമുക്കറിയാം എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ടായിട്ട് പോലും ഇവരെത്ര ഭംഗിയായിട്ടാണ് ചൈന മെയിൻറ്റെയിൻ ചെയ്ത് വച്ചേക്കുന്നത്. ആതിരയുടെ ഹസ്ബൻഡ് രാവിലെ തന്നെ കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ കുറേ സ്ഥലങ്ങൾ കൊണ്ട് നടന്ന് കാണിച്ചു. അതിനുശേഷം ഇനി നമ്മൾ ആതിരയെ പിക്ക് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി വീട്ടിൽ പോകുന്നതും ആളെനിക്ക് ഗിഫ്റ്റ് തരുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ഷോർട്സൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്, അതിന് ശ്രമം വിചാരിക്കുന്നു. ആൾ തന്ന ഗിഫ്റ്റൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ മനോജിനൊപ്പം രാവിലെ ഒരു കറക്കം കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയി ആതിരയും പിക്ക് ചെയ്തു. ആതിരയെ പിക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുകയാണ്. കാര്യം വന്നതിന് ശേഷം നമ്മൾ ഇതുവരെയും ഷോപ്പിംഗ് ചെയ്തിട്ടില്ല. ഇവിടെ ഡ്രസ്സിനും അതുപോലുള്ള ഓർണമെൻറ്റ്സിനൊക്കെയുള്ള നല്ല മാർക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ചൈനയിൽ വന്നിട്ട് നമ്മൾ പിന്നെ ഒന്നും മിസ്സാകാൻ പാടില്ല. നമ്മൾ ചൈനയിലെ ഒരു മാർക്കറ്റിൽ എത്തിയേക്കാണ്. ഈ മാർക്കറ്റിൻ്റെ പേരെന്തോ ഒരു പേര് അതിനെ പറഞ്ഞു, ഞാൻ മറന്നുപോയി കേട്ടോ. ചൈനീസ് മാർക്കറ്റിലേക്ക് നമ്മൾ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഒരു ഷോപ്പ് ചൈനീസിലാണ് എഴുതി വെച്ചേക്കുന്നുണ്ട്, എന്താണ് ഷോപ്പെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ ഉണങ്ങിയ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പാമ്പോ പഴുതാരമാണോന്നറിയില്ല, എന്തൊക്കെയോ ഉണക്കി വെച്ചിട്ടുണ്ട്. ഇത് കരിമ്പിൻ ജ്യൂസൊക്കെ വെക്കുന്നൊരു കടയാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് ജ്യൂസസ് ഒക്കെ ഉണ്ട്. ഇത് സ്വീറ്റ്സിൻ്റെ ഷോപ്പാണ്. ആതിരയാണ് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് കൂടെ ഉള്ളത്. ഷോപ്പുകളൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ, എല്ലാം നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നോക്കാം. ഇവിടെ ഡ്രസ്സിൻ്റെ മാർക്കറ്റാണെന്നാണ് ആതിര പറയുന്നത്. നമ്മൾ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് ഏരിയയിലേക്ക് എത്തി. ഒരുപാട് വെറൈറ്റി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് നോക്കാം. ഈ ഭാഗത്തൊക്കെ ജീൻസിൻ്റെ സെക്ഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള സ്കേർട്ടുകളൊക്കെ കാണാം. നല്ല രസമുണ്ടല്ലേ. ഡ്രസ്സിന് മാച്ചായൊന്ന് മാല വരെ ഇട്ടിട്ടുണ്ട്.
ക്ലോത്തിൻ്റെ മറ്റൊരു മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിയേക്കാണ്. ഇനി ഇതിനകത്ത് കയറി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്. വാവ്, ഒരുപാട് ടൈപ്പ് ഓഫ് കമ്മലുകൾ. ഇതെല്ലാം ഇയറിങ്സാ? ഓ ബ്ലൗസിലൊക്കെ വെക്കുന്ന സാധനമാണ്. ഇനി ഇവിടുത്തെ മാലകളൊക്കെയാണിത്. ഇന്ന് മെയ് 1 ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലെന്ന്, അവധി ദിവസമാണ് ഇവിടുത്തെ. കുറച്ച് വെറൈറ്റി ഡ്രസ്സസ് നോക്കാം. ജെൻസിൻ്റെ ഡ്രസ്സ് സെക്ഷനിൽ നിന്ന് ചേട്ടനും വലിയച്ഛനും പിള്ളേർക്കും ഒക്കെ ഡ്രസ്സ് മേടിച്ചു. പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഡ്രസ്സ് മേടിച്ചു. എത്ര പറയുന്നത്? 299. ഇവിടെ ഫുള്ള് കാൽക്കുലേറ്ററിൻ്റെ കളിയാണ് കേട്ടോ. നമ്മൾ ഏതൊരു കാര്യത്തിൻ്റെ വില ചോദിച്ചാലും അവർ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരും. നമുക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വില നമ്മൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അടുത്ത വില പറയും. ഇങ്ങനെ എല്ലാ കാര്യത്തിൻ്റെ വിലയും അവർ പറയുന്നത് ഈ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിനേഴ്സിന് ചൈനീസ് ഭാഷ അറിയത്തില്ലല്ലോ, ഇവർക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയത്തില്ല. അതുകൊണ്ട് മെയിൻ ബിസിനസ് നടത്തുന്നത് ഈ ഒരു കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടാണ് കേട്ടോ. ഏതാ? ബീഫോ? ബീഫ്. ഇനി നമ്മൾ അടുത്തൊരു മാർക്കറ്റിൽ എത്തിയേക്കാണ്. ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് നോക്കാം. സോക്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടോ, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സോക്സ്. നല്ല ഭംഗിയുണ്ടല്ലേ, ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സോക്സ് ഉണ്ട്. ഇനി അടുത്തത് കമ്മലിൻ്റെ സെഷനാണ് കേട്ടോ. കാണുന്നതെല്ലാം നമുക്ക് വേണമെന്ന് തോന്നും, അത്രയും ഭംഗിയുള്ള കമ്മലുകളും ബാക്കി ഫാൻസി ഐറ്റംസും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മൾ 2 ബാഗ് പെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. കാണിച്ചേടാ, 2 പെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒന്ന് എനിക്കും ഒന്നൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ചതാണ്. നമുക്ക് ബ്ലാങ്കറ്റ്സ് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ് ഉണ്ടല്ലേ, നല്ല സോഫ്റ്റ് അല്ലേ, നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ. 150 യുവാനാണ് എഴുതുന്നത്. 1 യുവാൻ ഇസ് ഈക്വൽ ടു ഏകദേശം 14 ഇന്ത്യൻ രൂപ വരും. ഇത് ഷൂസിൻ്റെ കടയാണ് കേട്ടോ, ചെരുപ്പൊക്കെ വിൽക്കുന്ന കട. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. Only this color? Yes, it's cool. It's cotton. Okay. Okay. നല്ല സോഫ്റ്റ് ആണ്. This toothpaste cooling. ഇത് വേറൊരു മെറ്റീരിയലാ. ഇതാ, ഇതിൽ ഒരു കളറേ ഉള്ളൂ എന്നാ പറയുന്നത്. എന്നാ ഇത് മേടിക്കട്ടോ, ഒന്ന് പുറത്തെടുത്ത് നോക്കിക്കോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഫുഡ് വന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസ്, ബർഗർ, അതുപോലെ മാംഗോ ജ്യൂസ്, ഫ്രഞ്ച് ഫ്രൈസ്, ഇതൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ് കേട്ടോ. ഇത് ചൈനയിലെ സ്ട്രീറ്റിലെ വൈകുന്നേര കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വ്ലോഗിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.